വെൽക്കം ബാക്ക് ടു വൈ കൊമേഴ്സ്. ഈ വീഡിയോ മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4 ഇയർ UG പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇതുവരെ നിലവിൽ വന്നിട്ടുള്ള A to Z കാര്യങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തെ ഡിഗ്രിയോ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രിയോ ചെയ്യാനുള്ള അവസരം. മാത്രമല്ല 2.5 വർഷം കൊണ്ട് 3 വർഷ ഡിഗ്രിയും 3.5 വർഷം കൊണ്ട് 4 വർഷ ഡിഗ്രിയും പൂർത്തിയാക്കാൻ കഴിയുന്ന ഫാസ്റ്റ് ട്രാക്ക് മോഡ് എന്ന സംവിധാനം. ഇതൊക്കെയാണ് 4 ഇയർ UG പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്. 3 വർഷം കഴിയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ 4ാമത്തെ വർഷത്തിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. അതായത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് പോകാം. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഫെയിൽ ആയാലും നമുക്ക് തേർഡ് ഇയറിലോട്ട് പോകാം. പക്ഷേ 4th ഇയറിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ 3 വർഷ ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം. ചുരുക്കി പറഞ്ഞാൽ സപ്ലി വരാൻ പാടില്ലെന്ന് അർത്ഥം. സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4th ഇയറിലോട്ട് കടക്കാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ട് ഇന്ത്യയിൽ 4 ഇയർ UG പ്രോഗ്രാം നടപ്പിലാക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ലോകത്തെ പല രാജ്യങ്ങളിലും നിലവിലുള്ളത് 4 ഇയർ UG ആണ്. അപ്പോൾ നിങ്ങൾ വിദേശത്ത് ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് അവിടെ വരുന്നവർക്ക് 4 വർഷ ഡിഗ്രി ആയിരിക്കും. ഇന്ത്യക്കാരായ നമ്മളെ കയ്യിൽ 3 വർഷ ഡിഗ്രി ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ 4 ഇയർ UG പ്രോഗ്രാം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 4 ഇയർ UG പ്രോഗ്രാമിൽ 3 തരത്തിലുള്ള ഡിഗ്രി ഉണ്ട്. 3 ഇയർ ഡിഗ്രി, 4 ഇയർ ഡിഗ്രി അതായത് ഹോണർ ഡിഗ്രി, 4 ഇയർ ഹോണർ വിത്ത് റിസർച്ച് ഡിഗ്രി എന്നിങ്ങനെ 3 തരത്തിലാണ് 4 ഇയർ UG പ്രോഗ്രാമിൽ ഡിഗ്രി ഉള്ളത്. 4 വർഷ ഡിഗ്രി എടുക്കുന്നവർക്ക് 1 വർഷം PG ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി 3 വർഷ ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ 2 വർഷം PG ചെയ്യണം. എന്നാൽ 4 ഇയർ UG പ്രോഗ്രാമില് ഒരു ഓപ്ഷനും കൂടിയുണ്ട്, 4 ഇയർ ഹോണർ വിത്ത് റിസർച്ച് ഡിഗ്രി. അതായത് നിങ്ങൾക്ക് 3 വർഷങ്ങളിലായിട്ട് അതായത് 6 സെമ്മുകളിലും നിങ്ങൾക്ക് 75% മാർക്കെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ഇയർ ഹോണർ വിത്ത് റിസർച്ച് ഡിഗ്രി ചെയ്യാൻ സാധിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നെറ്റ് എഴുതിയെടുത്ത് നിങ്ങൾക്ക് നേരിട്ട് റിസർച്ചിന് പോവാനായിട്ട് സാധിക്കും. PG വേണ്ട. അതായത് ഇപ്പൊ നിങ്ങൾ 4 വർഷ ഡിഗ്രി എടുത്തിട്ട് 1 വർഷം PGക്ക് പോവുകയാണെങ്കിൽ 5 വർഷം എടുക്കും അല്ലെ. അല്ലെങ്കിൽ 3 വർഷ ഡിഗ്രി എടുത്തിട്ട് 2 വർഷം PGക്ക് പോകുന്ന സമയത്ത് 5 വർഷം എടുക്കും. എന്നാൽ 4 ഇയർ ഹോണർ വിത്ത് റിസർച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PGക്ക് പോകണ്ട. 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് റിസർച്ചിന് പോകാനായിട്ട് സാധിക്കും. ഇനി വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കൊമേഴ്സ് മേജറായിട്ട് എടുക്കുന്ന ആൾക്ക് മൈനറായിട്ട് എക്കണോമിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് അങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മൈനറായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ കുട്ടിക്ക് കോളേജ് മാറാനുള്ള അവസരമുണ്ട്, ഡിപ്പാർട്ട്മെന്റ് മാറാനുള്ള അവസരമുണ്ട്, യൂണിവേഴ്സിറ്റി മാറാനുള്ള അവസരം ഉണ്ട്. പക്ഷെ എല്ലാവർക്കും മാറാൻ വേണ്ടി സാധിക്കില്ല. ഒരു 10% ആൾക്കാർക്ക് മാത്രമേ മാറാനായിട്ട് സാധിക്കൂ. മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ കോഴ്സുകളിലും മാറ്റം വന്നിട്ടുണ്ട്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് കോഴ്സസ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, വാല്യൂ ആഡഡ് കോഴ്സസ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, ഈ രീതിയിൽ കോഴ്സുകളെ തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടാലി പോലുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് 4 ഇയർ UG പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇൻട്രൊഡക്ഷൻ ടു 4 ഇയർ UG പ്രോഗ്രാം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണെന്ന് നമ്മൾ നോക്കും. ഈ ഒരു പോളിസിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് നോക്കും. പിന്നെ 4 ഇയർ UG പ്രോഗ്രാമിനെ പറ്റി നമ്മൾ പറയും. കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പൊ നിങ്ങൾ പത്രത്തിലേക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളെ സ്കൂൾ എഡ്യൂക്കേഷന്റെ ആ ഒരു ഘടന തന്നെ മാറാൻ പോവുകയാണ്. നിലവിലുള്ള സിസ്റ്റം എന്ന് വെച്ചാൽ 1 തൊട്ട് 10 വരെ ഉണ്ട് അല്ലേ. അതായത് 10ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് +1 +2 2 വർഷം. ഇനി മുതൽ സ്കൂൾ എഡ്യൂക്കേഷൻ 4 ലെവലുകളിലായിട്ടായിരിക്കും. ഫൗണ്ടേഷണൽ ലെവൽ, പ്രിപ്പറേറ്ററി ലെവൽ, മിഡിൽ ലെവൽ, സെക്കൻഡറി. ആദ്യത്തെ 3 വർഷം അങ്കണവാടി അല്ലെങ്കിൽ പ്രീ സ്കൂള്, പിന്നെ 1ാം ക്ലാസ് 2ാം ക്ലാസ്, ഇത്രയാണ് ഫൗണ്ടേഷണൽ ലെവലിൽ വരുന്നത്. 3 തൊട്ട് 5 വരെ അടുത്ത 3 വർഷം പ്രിപ്പറേറ്ററി ലെവലിലാണ്. പിന്നെ 6 തൊട്ട് 8 വരെ മിഡിൽ ലെവലിലാണ്. 9 തൊട്ട് 12 വരെ സെക്കൻഡറി. ഇതാണ് സ്കൂൾ എഡ്യൂക്കേഷന്റെ അടുത്ത് വരാൻ പോകുന്ന ഒരു ഘടന എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നമുക്കറിയേണ്ടത് ഹയർ എഡ്യൂക്കേഷനിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന്. ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇന്ത്യയിൽ 4 ഇയർ UG പ്രോഗ്രാം നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു പോളിസിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫ്ലെക്സിബിലിറ്റി. അതായത് ഇപ്പൊ നിലവിലുള്ള സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം സെൻട്രിക് അപ്രോച്ച് ആണ്. അതായത് ഒരാൾ BCom എടുക്കുന്നെങ്കിൽ BComൽ ഏതൊക്കെ സബ്ജക്ട് പഠിക്കണമെന്ന് നേരത്തെ മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ചോയ്സ് ഒന്നും ഇല്ല. ആകെ ഒരു ചോയ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മാത്രമാണ്. ബാക്കിയെല്ലാം
ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ അത് ഫോളോ ചെയ്യണം. എന്നാൽ 4 ഇയർ UG പ്രോഗ്രാമിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് കുട്ടിക്ക് തീരുമാനിക്കാം ഏത് സബ്ജക്ട് പഠിക്കണം, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ സബ്ജക്ട് പഠിക്കണം. ഇനി സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മാറാം, കോളേജ് മാറാം, യൂണിവേഴ്സിറ്റി മാറാം. അപ്പം കുട്ടിയുടെ ടാലന്റിനും ഇൻട്രസ്റ്റിനും അനുസരിച്ച് പ്രോഗ്രാംസ് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം 4 ഇയർ UG പ്രോഗ്രാമിൽ ഉണ്ട്, അല്ലെങ്കിൽ പുതിയ സിസ്റ്റത്തിൽ ഉണ്ട്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച്. അപ്പം നിലവിലെ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ BCom എടുക്കണമെങ്കിൽ BComന്റെ സബ്ജക്റ്റുകൾ മാത്രമായിരിക്കും പഠിക്കുന്നത്. എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും. മൈനറായിട്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് നിങ്ങൾ മറ്റു ഡിസിപ്ലിന്റെ കോഴ്സുകൾ എടുത്ത് പഠിക്കാനായിട്ട് ഉള്ള ഒരു അവസരം ഉണ്ട്. എംഫസിസ് ഓൺ കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഇനി മുതൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നതല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. പിന്നെ സമ്മേറ്റീവ് അസസ്മെന്റിന് പകരം ഇനി മുതൽ കണ്ടിന്യൂസ് അസസ്മെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ടെക്നോളജി, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് അഡീഷണൽ ക്രെഡിറ്റ് നേടിക്കൊണ്ട് ആ ക്രെഡിറ്റുകൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരം ഉണ്ട്. ഇനി 4 ഇയർ UG ഹോണർ വിത്ത് റിസർച്ച്, നിങ്ങൾക്ക് 4 വർഷം ഡിഗ്രി കഴിഞ്ഞ് നേരിട്ട് റിസർച്ചിന് പോകാനുള്ള ഒരു അവസരം 4 ഇയർ UG പ്രോഗ്രാമിലുണ്ട്. പിന്നെ അടുത്ത് പറയുന്ന അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു വിർച്വൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റോർ ഹൗസ് ആണ്. ഇപ്പം നിങ്ങൾ വ്യത്യസ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കും കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വിചാരിക്കുക. ഈ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് എല്ലാം വന്ന് സ്റ്റോർ ആവുന്നത് ഈ ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലാണ്. അതായത് ഇപ്പൊ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു 42 ക്രെഡിറ്റ് നേടി, ഓൺലൈനായിട്ട് നിങ്ങൾ ഒരു 23 ക്രെഡിറ്റ് നേടി, ബാക്കി ക്രെഡിറ്റ് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടി. ഓക്കെ, അപ്പൊ ഈ ക്രെഡിറ്റ് എല്ലാം വന്ന് സ്റ്റോർ ആവുന്നത് നിങ്ങളുടെ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിലാണ്, ABC ആണ് വന്ന് സ്റ്റോർ ആവുന്നത്. അപ്പം ഏറ്റവും ലാസ്റ്റ് ഈ ABC നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 133 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 വർഷം ഡിഗ്രി കിട്ടും. 177 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തെ ഡിഗ്രി കിട്ടും. ഇനി അടുത്ത് ഈ ഒരു പോളിസി പറയുന്നത് ഇപ്പം 2018 ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, ഹയർ എഡ്യൂക്കേഷനിലെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് 26.3 ആണ്. 2035 ആവുമ്പോഴത്തേക്കും ഇത് 50% ഉയർത്തും. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഇന്ത്യ ഓവറോൾ ആയിട്ട് 2035 ആകുമ്പം 50% പേര് എന്തായിരിക്കും? ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നത് ആയിരിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ എങ്ങനെയാണ് 4 ഇയർ UG പ്രോഗ്രാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റുഡന്റ് സെൻട്രിക് അപ്രോച്ച്. ഓക്കെ, കുട്ടികൾക്ക് തീരുമാനിക്കാം ഏത് കോഴ്സ് പഠിക്കണം, ഏത് കോളേജിൽ പഠിക്കണം, കോളേജ് മാറണോ, യൂണിവേഴ്സിറ്റി മാറണോ തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികൾക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റുഡന്റ് സെൻട്രിക് അപ്രോച്ച് ആണ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും എല്ലാവർക്കും മാറാൻ പറ്റില്ല. 10% അവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, മാർക്ക് കൂടുതലുള്ളവർക്ക് മാറാനായിട്ട് സാധിക്കും. ഇനി ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം, നിലവിലുള്ളതുപോലെ തന്നെ സെമസ്റ്റർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്ന. ക്രെഡിറ്റിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇനി ഫ്ലെക്സിബിലിറ്റി ലേണിംഗ് പാത്ത്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാനുള്ള അവസരം ഉണ്ട്. ഇനി സയൻസിൽ നിന്നും ഹ്യൂമാനിറ്റീസിൽ നിന്നും കൊമേഴ്സിൽ നിന്നൊക്കെ നമുക്ക് കോഴ്സസ് ചൂസ് ചെയ്യാവുന്നതാണ്. എക്സാം സിസ്റ്റം സിംപ്ലിഫൈഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ 80 മാർക്കിനാണ് എക്സാം, 3 മണിക്കൂറാണ് എക്സാം, 20 മാർക്ക് സി മാർക്കാണ്. എന്നാൽ അത് മാറാൻ പോവുകയാണ്. ഇനി മുതൽ 70 മാർക്കിനായിരിക്കും എക്സാം, 30 മാർക്ക് സി മാർക്കായിരിക്കും. അതുപോലെ തന്നെ 2 മണിക്കൂറായിരിക്കും എക്സാം എന്ന് പറയുന്നത്. പിന്നെ നിലവിൽ ഇപ്പം കോഴ്സസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ടീച്ചർമാരായിരിക്കും. പക്ഷേ ഈ ഒരു 4 ഇയർ UG പ്രോഗ്രാമിൽ കോഴ്സസ് ഡിസൈൻ ചെയ്യുന്ന ടീച്ചർമാർ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട്, അക്കാഡമിക് എക്സ്പേർട്ട് എന്നിവർ ചേർന്നായിരിക്കും. ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ UG പ്രോഗ്രാമിന്റെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നോ ഏജ് ലിമിറ്റ്. ഇത്രയും നാളെ ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു, ഇനി മുതൽ ഏജ് ലിമിറ്റ് ഇല്ല. അതായത് 18 വയസ്സായ നിങ്ങളോടൊപ്പം 48 വയസ്സായ ആൾക്കാർക്കും വന്നിരുന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ട്. അഡ്മിഷൻ ഓഫേർഡ് ടു എക്സിസ്റ്റിംഗ് പ്രോഗ്രാം ഇൻ എ കോളേജ്. അതായത് ഇപ്പം ഒരു കോളേജിൽ നിലവിൽ ഇപ്പം BCom ഫിനാൻസ് ഉണ്ട്, BA എക്കണോമിക്സ് ഉണ്ട്, BA ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത്തരം പ്രോഗ്രാമുകളിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ബേസ്ഡ് ഓൺ എക്സിസ്റ്റിംഗ് ഇൻഡെക്സ് മാർക്ക് സിസ്റ്റം, ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത് വരുന്ന വീഡിയോസിലായിട്ട് നോക്കും. അപ്പൊ അടുത്ത വീഡിയോസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നതെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് കോഴ്സസ് ഇൻ 4 ഇയർ UG പ്രോഗ്രാം. 4 ഇയർ UG പ്രോഗ്രാമിൽ ഏതൊക്കെ തരം കോഴ്സുകൾ ഉണ്ട്, വാട്ട് ഹാപ്പൻ ഇൻ ഈച്ച് ഇയർ, ഓരോ വർഷവും എന്ത് സംഭവിക്കുന്നു, എത്ര സബ്ജക്ട് പഠിക്കാണ്ട് ഏതൊക്കെ ടൈപ്പ് സബ്ജക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് മോഡ് എന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. 4 ഇയർ UG പ്രോഗ്രാമിൽ ഏതൊക്കെ തരം സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നോക്കും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.